ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എംകോമിലെ ചാപ്റ്റർ 3 പ്രോസസ് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു എലമെന്ററി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോവാണ്. നോർമൽ ലോസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷാദ് ആണ്. പൂക്കുളത്തൂർ ക്രിസ്ത്യൻ വാലി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ ട്രീറ്റ്മെന്റ് ഓഫ് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഇന്ന് അതിൽ നോർമൽ ലോസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആദ്യം നമുക്ക് നോർമൽ ലോസ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അതിൽ നമുക്ക് ഒരു നിലക്കും ഒഴിവാക്കാൻ കഴിയാത്ത ചില ലോസുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന്, ഞാനൊരു ടേബിൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ക്യൂബിക് മരം ടിമ്പർ എടുത്തിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ടേബിൾ ഉണ്ടാക്കി വരുമ്പം കുറെ മരത്തിന്റെ കഷ്ണങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, മിസ്സായിട്ടുണ്ടാവും. ഈ മരത്തിന്റെ കഷ്ണം ഒഴിവാക്കിയിട്ട് എനിക്കൊരു ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ അത് ആ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സില് അതിന്റെ നേച്ചറിൽ വരുന്ന ഒരു ലോസ് ആണ്. അതിൽ ഇൻഹറന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലോസ് ആണ്. ഒരു നിലക്കും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂല, ഒഴിവാക്കാം. അപ്പൊ ആ പ്രോസസ്സിൽ സഹജമായിട്ടുള്ള ബൈ ദ നേച്ചർ ഓഫ് ദാറ്റ് പ്രോസസ് അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ലോസിനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നോർമലി ഇങ്ങനെ നമുക്ക് കുറച്ച് ലോസസ് സംഭവിക്കും. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് അതിന്റെ ഷേപ്പിലും കോലത്തിലും രൂപത്തിലും വരുള്ളൂ. നിങ്ങളിപ്പം ഒരു വീടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ കരുതുക. അപ്പോ പടവ് നടത്തുമ്പോൾ നമ്മൾ കുറച്ച് കല്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കല്ല് കുറച്ച് ചെത്തിക്കളയേണ്ടി വരും. ഇത് അതിന്റെ ബൈ ദ നേച്ചർ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുന്ന ലോസിനെയാണ് നോർമൽ ലോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളുടെ പാസ്റ്റ് ട്രെൻഡ് നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്രഡിക്ഷൻസ് നടത്തിയിട്ട് മറ്റു കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം ടേമുകളൊക്കെ നോർമൽ ലോസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടത്. നമുക്ക് നോക്കാം നോർമൽ ലോസ് എന്താണ്. ലോസ് ഓഫ് മെറ്റീരിയൽ ഈസ് ഇൻഹറന്റ്. ഇൻഹറന്റ് എന്ന സഹജമായിട്ട് വരുന്ന, അതിൽ സഹജമായിട്ട് വരുന്ന സാധനം. ഡ്യൂറിങ് പ്രോസസിങ് ഓപ്പറേഷൻ, ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ദ ലോസ് ഓഫ് മെറ്റീരിയൽ അണ്ടർ ഡിഫറെന്റ് പ്രോസസ് അറൈസസ് ഡ്യൂ ടു റീസൺസ് ലൈക്ക് ഇവാപറേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാല് മോയ്സ്ചർ, അങ്ങനെ എന്ത് കാരണമാവട്ടെ, എന്തൊക്കെ കാരണങ്ങളാല് അത് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്ന ലോസിനെയാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പം process loss is defined the loss of material arising due to cause of operation and equal to difference between the input quantity and output. ഇൻപുട്ട് ഉദാഹരണത്തിന് 100 ഇൻപുട്ട് എടുത്തിട്ടാ ചെയ്തത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 90 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ലോസ് എത്ര വരിക, 10 വരിക. അങ്ങനെ അതൊന്നും മനസ്സിലാക്കിയാൽ മതി. ഈ ലോസിന് നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും, നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. ഓക്കെ, നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ വേസ്റ്റേജ് ആണ്. ഇതെന്താണ്, ദ ലോസ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഈസ് ഇൻഹറന്റ് ഇൻ ദ നേച്ചർ ഓഫ് വർക്ക്. ആ വർക്കിന്റെ സഹജമായിട്ടുള്ള നേച്ചർ ആയിട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ ബി റീസണബിളി ആന്റിസിപ്പേറ്റഡ്. നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ആ മെറ്റീരിയലിന്റെ നേച്ചർ അതാണ്, അല്ലെങ്കിൽ ആ ഓപ്പറേഷന്റെ നേച്ചർ അതാണ്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ എക്സ്പീരിയൻസ് എന്നോ ടെക്നിക്കൽ ഡാറ്റ എന്നോ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്യാൻ പറ്റും എങ്ങനെ, ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. അൺഅവോയ്ഡബിൾ ആണ്, നമുക്കൊരു നിലക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഓക്കെ, ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
അബ്സോർബ് ചെയ്യും. ഗുഡ് യൂണിറ്റുകൾ അബ്സോർബ് ചെയ്യും. എന്താ ചെയ്യുക? ഗുഡ് യൂണിറ്റുകൾ അബ്സോർബ് ചെയ്യുക. നിങ്ങളൊന്നും ചെയ്യണ്ട. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് കണ്ടിട്ടില്ല? അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുത്, അതിൽ എത്രയാണോ യൂണിറ്റ്, 10,000 യൂണിറ്റ് ആണെങ്കിൽ ഇതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുക. ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുന്ന യൂണിറ്റിലേക്ക് ഓരോ ഓവർ ഹെഡുകൾ, കോസ്റ്റുകളൊക്കെ ചാർജ് ചെയ്യുന്നതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഉദാഹരണത്തിന് 1000 യൂണിറ്റ് ആണ് നമ്മൾ ഇൻപുട്ട് ഇട്ടിട്ടുള്ളത്, 900 യൂണിറ്റേ കിട്ടിയിട്ടുള്ളൂ. ഈ 1000 യൂണിറ്റ് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 10,000 രൂപയാണ് എന്ന് കരുതുക. അപ്പൊ സാധാരണ എത്ര? 10 രൂപയാണ്. പക്ഷെ നോർമൽ ലോസ് ആണ് ഈ 100 എന്നുള്ളത് കൊണ്ട് തന്നെ ഗുഡ് യൂണിറ്റ് അബ്സോർബ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? 10,000 ഡിവൈഡ് ബൈ 900 ചെയ്താൽ മതി. അപ്പൊ ആ എക്സ്ട്രാ വരുന്ന കോസ്റ്റ് എന്താണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യാണ്? ഇൻഫ്ലേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളൂ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മളിവിടെ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നോർമൽ ലോസ് വിത്തൗട്ട് റിയലൈസബിൾ വാല്യൂ. റിയലൈസബിൾ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇനി റിയലൈസബിൾ വാല്യൂ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? ഇത് മനസ്സിലാക്കിയ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോഡക്റ്റ് പാസസ് ത്രൂ പ്രോസസ് 1, പ്രോസസ് 2. 2 പ്രോസസ്സിലൂടെ പ്രൊഡക്റ്റ് കടന്നു പോകുന്നുണ്ട്. മെറ്റീരിയൽ ഇഷ്യൂഡ് ടു പ്രോസസ് 1ലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളതിന്റെ എമൗണ്ട് എത്രയാണ്? 40,000 ആണ്. വേജസ് 30,000 ആണ്. മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എത്രയാണ്? 27,000 ആണ്. കോസ്റ്റ് ഒക്കെ ക്ലിയർ ആയി കിട്ടി. ഇനി നോർമൽ ലോസ് ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന്റെ 5% 4,750 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് എന്ത് ചെയ്തത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 4,750 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രാൻസ്ഫേർഡ് ഔട്ട് ഫ്രം പ്രോസസ് 1. പ്രോസസ് 1 എന്ത് ചെയ്തിട്ട് ട്രാൻസ്ഫറും ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. അതുപോലെ തന്നെ ഇൻപുട്ട് എത്രയായിരുന്നു? ഇൻപുട്ട് 5,000 യൂണിറ്റ് ആണ്. സ്ക്രാപ്പ് വാല്യൂ ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. ക്ലോസ് സ്റ്റോക്ക് ഉണ്ടോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ ഇത്ര നോക്കിയാൽ മതി. 5,000 ആണ് ഇൻപുട്ട്. 5,000 ആണ് ഇൻപുട്ട്. 5,000ന്റെ 5% എത്ര? 250 ആയിട്ടുള്ള നോർമൽ ലോസ് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എത്ര? 4,750. അതെന്താണ്? നോർമൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആണ്. നോർമൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്താണ്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആണ്. ഇനി നമുക്ക് എത്ര യൂണിറ്റാണ് ട്രാൻസ്ഫർ ചെയ്തത്? 4,750 യൂണിറ്റ്. അപ്പൊ നോർമൽ ലോസ് മാത്രമേ വന്നിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ, ഞാൻ ഈ ഒരു പ്രോസസ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഏത് കോളം കംപ്ലീറ്റ് ചെയ്യും? എമൗണ്ട് കോളം കംപ്ലീറ്റ് ചെയ്യും. അല്ല സോറി, യൂണിറ്റ് കോളം. ഞാൻ ഇവിടെ വരക്കുന്നത് യൂണിറ്റ് കോളം മാത്രമാണ്. യൂണിറ്റ് കോളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ യൂണിറ്റ് കോളം മനസ്സിലൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇൻപുട്ട് എത്ര ഉണ്ട്? ഇൻപുട്ട് 5,000 ഉണ്ട്. ഓക്കെ. നോർമൽ ലോസ് എത്ര ഉണ്ട്? നോർമൽ ലോസ് എത്ര ഉണ്ട്? 250 ഉണ്ട്. യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്, അതായത് പ്രോസസ് ബി അല്ലെങ്കിൽ പ്രോസസ് 2 എത്ര ഉണ്ട്? 4,750 ഉണ്ട്. സെറ്റ് അല്ലടാ? ഇത് ടോട്ടലി, രണ്ടും ടോട്ടലി ഇപ്പൊ ഈക്വൽ ആണെങ്കിൽ പണി തീർന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ മിസ്സിംഗ് ഉണ്ടോ, അബ്നോർമൽ ഗെയിൻ ഉണ്ടോ, ലോസ് ഉണ്ടോ, അതൊക്കെ നോക്കേണ്ടി വരും. ഇപ്പൊ ഇത് സെറ്റാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വർക്കിലേക്ക് പോകാം. ഇനി എന്താ വർക്ക്? ഈ കോസ്റ്റുകളെല്ലാം റെക്കോർഡ് ചെയ്യുക. 40,000 ഉണ്ട്, 30,000 ഉണ്ട്, 27,000 ഉണ്ട്. അതല്ലേ കോസ്റ്റ് ഉള്ളൂ. അതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. നോക്കാം നമുക്ക്. യൂണിറ്റ് ഇതാ പ്രോസസ് അക്കൗണ്ടിന്റെ രൂപം കണ്ടല്ലോ. പ്രോസസ് അക്കൗണ്ട് പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ് എത്ര ഉണ്ട്? 5,000 ഉണ്ട്. എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ട എമൗണ്ടുകൾ തന്നെ, 40,000, 30,000, 27,000 അതെല്ലാം എഴുതിയിട്ടുണ്ട്. നോർമൽ ലോസ് 250 വന്നിട്ടുണ്ട്. നോർമൽ ലോസ് 250 വന്നിട്ടുണ്ട്. ഇനി ഇതും എഴുതിയിട്ടുണ്ട്. ഇനി നോക്കുക. ഇനി നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണുക? ആദ്യം ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എക്സ്പെൻസസും ടോട്ടൽ ചെയ്യുക. 40, 30, 70, 97. 97ന്ന് നമുക്ക് നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ വല്ലതും ഉണ്ടോ? ഇല്ല, കുറക്കാനില്ല. അപ്പൊ 0 ഇട്ടു. ഇൻപുട്ട് എത്ര? ഇൻപുട്ട് 5,000 ഉണ്ട്. അതിന് എന്ത് കുറക്കുക? നോർമൽ ലോസിന്റെ യൂണിറ്റ് കുറക്കുക, 250. ഇതാണ് ഗുഡ് യൂണിറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ 97,000 ഡിവൈഡഡ് ബൈ 4,750 ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. അത് എത്ര കിട്ടുന്നത് നിങ്ങൾ നോക്കുക. എന്തായാലും പിന്നെ ഇവിടെ വേറെ അബ്നോർമൽ ലോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് 97,000 എഴുതാം. കോസ്റ്റ് പെർ യൂണിറ്റ് നിങ്ങൾ കാണുന്നത് പരിശീലിച്ച് പോണേ. കോസ്റ്റ് പെർ യൂണിറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? അതാ കോസ്റ്റ് പെർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാവണം. അതാ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വെച്ചിട്ടില്ല, ഡയറക്റ്റ് ചെയ്തേക്കാൻ. ഇതാണ് പരിപാടി കേട്ടോ. എഴുതിയത് അതുപോലെ തന്നെ എഴുതിയിട്ടില്ലേ? ഇനി 9,000 ഈ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 97,000 കിട്ടും എന്നാണ് വരിക. 97,000 വന്നില്ലേ? ഓക്കെ. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ഇല്ല.
ഈ സ്ക്രാപ്പ് വാല്യൂ ഇല്ലെങ്കിൽ നോർമൽ ലോസിന്റെ വാല്യൂ 0 ആണ്. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം, നോർമൽ ലോസ് വിത്ത് റിവേഴ്സിബിൾ വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എ പ്രൊഡക്റ്റ് പ്രോസസ്, ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2, മെറ്റീരിയൽ എത്ര? 40,000, വേജസ് 30,000, മാനുഫാക്ചർ ഓവർഹെഡ് 27,000. നോർമൽ ലോസ് 5%, ഇൻപുട്ട് ഔട്ട്പുട്ട് എത്ര? 4,750. എന്നിട്ട് ഈ 4,750 പ്രോസസ് 1 ട്രാൻസ്ഫർ ചെയ്തു. നോ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല. ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 5,000 ആണ്. സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്ന എത്ര? 2 രൂപയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള മാറ്റം ഒന്നേ ഉള്ളൂ. അതെന്താണ്? ഈ ഒരു സംഭവം മാത്രം. 250 രൂപയുടെ മെറ്റീരിയൽ, ഇതിന് 250 യൂണിറ്റിന് 2 രൂപ വെച്ച് കിട്ടും. അപ്പം 500 ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇനി നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ 5,000 ഇവിടെ കറക്റ്റ് അല്ലേ? അപ്പൊ 97,000 എടുക്കുക. 97,000 മൈനസ് 500 ചെയ്യണം. ഡിവൈഡഡ് ബൈ എത്ര ചെയ്യാൻ പറ്റുക? 5,000 യൂണിറ്റ് മൈനസ് 250 ചെയ്യുമ്പോൾ 96,500 ഡിവൈഡഡ് ബൈ 4,750 വരും. ഓക്കെ, ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു 4,750 തന്നെ ഉള്ളതുകൊണ്ട് കറക്റ്റ് 96,500, 96,500 വരും. ഇതാണ് ഇപ്പൊ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അബ്നോർമൽ ലോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. ഇപ്പോ തൽക്കാലം ഞാൻ ഈ വീഡിയോ എന്തൊക്കെയാണ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണം. ഓക്കെ.